നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പത്താഴക്കുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ചേറ്റുവ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാം ഷട്ടറുകൾ 8 സെന്റിമീറ്ററായി ഉയർത്തി. എടമുട്ടം വാഴപ്പള്ളി ക്ഷേത്രത്തിൽ 600 നിർധന കുടുംബങ്ങൾക്ക് 5 കിലോ ഡബിൾ ഫോഴ്സ് അരി കിറ്റ് നൽകി. വാർത്തകൾ വിശദമായി. തൃശൂർ പത്താഴക്കുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ ഭാഗമായി പത്താഴംകുണ്ട് ഡാമിൽ 3 സ്പില്ലേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം തുറന്നു. അധിക ജലം ഒഴുകി പോകുന്ന പത്താഴംകുണ്ട്, ചീർപ്പ്, മീണാലൂർ തോട്, കുറ്റിയങ്കാവ് തോട്, പെരിങ്ങണ്ടൂർ തോട് എന്നിവയുടെ സമീപത്തുള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മൈനർ ഇറിഗേഷൻ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചേറ്റുവ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു. ചേറ്റുവ അഴിമുഖത്തെ മണൽത്തിട്ട മൂലം യാനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നു. അഴിയിലെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിനും ഭരണാധികാരികൾക്കും നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടിയമ്പുഴ ദേവസ്വം കൊടുത്ത നിവേദനത്തിന് പരിഗണന ലഭിക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും സംയുക്തമായി പ്രതിഷേധം നടത്തുകയായിരുന്നു. മുൻകാലങ്ങളിൽ മണൽത്തിട്ടയിൽ മൂടിയ സമയങ്ങളിൽ അപകടങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. ത്രിപുര വള്ളത്തിൽ ചക്കുംകേരൻ വിജയന്റെ ജീവൻ നഷ്ടപ്പെട്ടു. മറ്റു പല ജീവനും വള്ളങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2024 ഏപ്രിൽ മാസത്തിൽ അമ്പാടി വള്ളത്തിന്റെ അടിത്തട്ട് തകർന്നു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് മത്സ്യബന്ധന മേഖലയിലെ ഡിപ്പാർട്ട്മെന്റുകളെ മുന്നോട്ടു പോകുന്നു. കേരളത്തിൽ 10 ലക്ഷത്തോളം കുടുംബങ്ങൾ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഈ മേഖലയിലെ കയറ്റുമതിയിലൂടെ ഗണ്യമായ സംഖ്യ സർക്കാരിന് ലഭിക്കുന്നു. ഹാർബറിൽ വള്ളങ്ങൾ ആങ്കർ ചെയ്യുന്നതിന് സ്ഥലപരിമിതി മൂലം മുനക്കൽ കടവിന്റെ തെക്കുഭാഗത്ത് കൊടിയമ്പുഴ ദേവസ്വം സ്ഥലം വാങ്ങി വള്ളങ്ങൾ ഹാങ്കർ ചെയ്യുന്നതിന് സൗകര്യമുണ്ടാക്കിയ സ്ഥലത്തും മണൽ മൂടി വള്ളങ്ങൾ ഹാങ്കർ ചെയ്യാൻ കഴിയാതെയായി. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധവുമായി സംയുക്ത യൂണിയൻ മുന്നോട്ട് വരുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ദേവസ്വം ചെയർമാൻ PV ജനാർദ്ദനൻ പറഞ്ഞു. ദേവസ്വം പ്രസിഡന്റ് KN രാജൻ അധ്യക്ഷത വഹിച്ചു. CV തുളസിദാസ് സ്വാഗതം പറഞ്ഞു. NTUC രക്ഷാധികാരി KK പീതാംബരൻ, ശക്തിധരൻ, AITC തരകൻ പ്രതിനിധി MR സുനി, തരകൻ UG ഉണ്ണി, ബോർഡ് പ്രതിനിധി PM അബ്ദുൾ റസാഖ്, ദേവസ്വം സെക്രട്ടറി PK ജയൻ എന്നിവർ ആശംസകൾ സംസാരിച്ചു. UK സുനി, ലൈജു BMS നന്ദി പ്രകാശിപ്പിച്ചു. CITU പ്രതിഷേധ പരിപാടി ബഹിഷ്കരിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാം ഷട്ടറുകൾ 8 സെന്റിമീറ്ററായി ഉയർത്തി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി 7.5 സെന്റിമീറ്റർ വീതം തുറന്നു. സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം ഒഴുകുന്നത് മൂലം മണലി, കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എടമുട്ടം വാഴപ്പള്ളി ക്ഷേത്രത്തിൽ 600 നിർധന കുടുംബങ്ങൾക്ക് 5 കിലോ ഡബിൾ ഫോഴ്സ് അരി കിറ്റ് നൽകി. വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതിയുടെയും ഗാന്ധിജി പ്രകൃതി ചികിത്സാ കേന്ദ്രം കണിമംഗലം തൃശൂരിന്റെയും സഹകരണത്തോടെ മുൻ ക്ഷേത്രം പ്രസിഡന്റ് പ്രകൃതി ചികിത്സാ വിദഗ്ധനുമായ പ്രൊഫസർ ഉൽപ്പലാശ്വൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം 600 നിർധന കുടുംബങ്ങൾക്ക് 3000 കിലോ ഡബിൾ ഫോഴ്സ് അരി കിറ്റ് വിതരണവും 100 കുട്ടികൾക്ക് നോട്ട് പുസ്തക വിതരണവും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അരിയുടെയും പുസ്തകത്തിന്റെയും വിതരണോദ്ഘാടനം ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ
ജദീർ PM നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ലഹരി ഉപയോഗം എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് വിശദമായ ക്ലാസ് എടുത്തു. വിശിഷ്ടാതിഥികളായ കല്യാൺ ഉൽപ്പലാശൻ, ഗാന്ധിജി പ്രകൃതി ചികിത്സാലയം തൃശൂർ, ശ്രീജിത്ത് VK, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, അജ്മൽ ഷരീഫ്, ഷൈൻ നെടിയിരിപ്പിൽ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നിവർ പ്രസംഗിച്ചു. സിനി ടീച്ചർ ക്ഷേത്രം വനിതാ സംഘം മെമ്പർ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം ഖജാൻജി VK ഹരിദാസ് ആശംസകളും ക്ഷേത്രം സെക്രട്ടറി VR രാജകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. രാജ്യം രക്ഷപ്പെടാൻ കോൺഗ്രസ് വരണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജ്യം രക്ഷപ്പെടാൻ കോൺഗ്രസ് തന്നെ വരണമെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു തുടങ്ങിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങളാണ് കോൺഗ്രസ് തിരിച്ചുവരവിന് കളമൊരുക്കുന്നതെന്ന് താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാരെ മാത്രം കോൺഗ്രസ് പ്രവർത്തകർ മാറരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വർഗീയതയും വെറുപ്പും പകയും കൊണ്ട് നടക്കുന്നവരെ തുറന്നു കാണിക്കുവാനും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയും തന്നെ നിരന്തരം വേട്ടയാടിയവരോട് പോലും സ്നേഹം കൊണ്ട് നേരിടുന്ന രാഹുൽ ഗാന്ധി മാതൃകാ കോൺഗ്രസ് പ്രവർത്തകൻ ഏറ്റെടുക്കണമെന്നും നേതാക്കൾക്കെതിരെ നടത്തുന്ന വ്യാജ വാർത്തകൾക്ക് പിറകെ പോകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഏകദിന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, AIC മെമ്പർ അനിൽ അക്കര, സാഹിത്യ പ്രതിഭ രമേശ് കാവിൽ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാൽ, DCC ഭാരവാഹികളായ BR വിജയൻ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഫിറോസ് ത്രിവേണി, ഗഫൂർ തളിക്കുളം, വിനോദൻ നെല്ലിപ്പറമ്പിൽ, CV ഗിരി, PM അമീറുദ്ദീൻ, മുനീർ ഇടശ്ശേരി, തളിക്കുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ഉന്മേഷ് PK, നീതു പ്രേംലാൽ, PK അബ്ദുൽ ഖാദർ, ഷമീർ മുഹമ്മദ് അലി, UND കൃഷ്ണൻ, KT കൂട്ടൻ, ബ്ലോക്ക് മെമ്പർ ലിൻഡ സുഭാഷ്, മെമ്പർമാരെ സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവർ ക്യാമ്പ് നയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താ നേരം തുടരുന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമത്തിന് സൂര്യകാലടി മന പരമേശ്വരൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മിത്വം വഹിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 12 ഗജവീരന്മാർ പങ്കെടുത്തു. ക്ഷേത്ര മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതി സ്വാമികൾ ആദ്യ ഉരുള നൽകി. സിനിമാ താരം കുമാരി ദേവനന്ദ, സിനിമാ നടി പ്രവീണ, പിന്നണി ഗായിക ശ്രേയ ജയദീപ്, പ്രമുഖ വ്യവസായി CP സാലിം എന്നിവർ വിശിഷ്ടാതിഥികളായി. കലാനിലയം രമേശന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും കുമാരി നന്ദനമാരാർ, രാജു മാരാർ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതവും അരങ്ങേറി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനവും തണലിടം സമർപ്പണവും നടന്നു. നാട്ടിക 2ാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക CJ ജിന്നു ടീച്ചർ സ്വാഗതം പറഞ്ഞു.
നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ നിർവഹിച്ചു. തണലിടം സമർപ്പണം മുൻ പ്രധാനാധ്യാപിക ലളിത ടീച്ചർ നിർവഹിച്ചു. മുൻ BRC ട്രെയിനറും സാഹിത്യകാരിയുമായ തുളസി ടീച്ചർ വായനാമാസാചരണം വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജിനി മുരളി, മാതൃസംഘം പ്രസിഡന്റ് സച്ചു ജയരാജ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. തൃശൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ചക്കിത്തറ പൊട്ടത്ത് വീട്ടിൽ 61 വയസ്സുള്ള പ്രകാശനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെ വഴിയിലെ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. പ്രകാശിനെ കാണാതായതിനെ തുടർന്ന് ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ രാത്രി 1 മണിയോടെയാണ് വെള്ളത്തിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. യുവശക്തി ബോട്ട് ക്ലബിന്റെ വെണ്ണക്കല്ലമ്മ കണ്ടശങ്കടവിൽ നീരണിഞ്ഞു. നെഹ്റു ട്രോഫി മത്സരത്തിനായി ഒരുങ്ങുന്ന വെണ്ണക്കലമ്മ എന്ന വെള്ളമാണ് നീരണിഞ്ഞത്. യുവശക്തി ബോട്ട് ക്ലബ് താനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വെണ്ണക്കലമ്മ നീരണിഞ്ഞത്. യുവശക്തി ബോട്ട് ക്ലബ് കോച്ച് ബാബു നെല്ലിപ്പറമ്പിൽ, സെക്രട്ടറി സുധീർ, പ്രസിഡന്റ് അനന്തു, കേച്ചാഞ്ചി സന്തോഷ്, ക്ലബ് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. നൂറാം വയസ്സിലെത്തിയ മീനാക്ഷി മുത്തശ്ശിക്ക് ജന്മദിനാശംസകൾ നേർന്ന് നെഹ്റു സ്റ്റഡി സെന്റർ. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടൂരുടെ നേതൃത്വത്തിൽ 100ാം ജന്മദിനം ആഘോഷിക്കുന്ന പെരിങ്ങോട്ടൂര് വടക്കുമുറി മാപ്രാണത്ത് പരേതനായ കുമാരൻ ഭാര്യ മീനാക്ഷി വസതിയിലെത്തി റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോമശേഖരൻ നെല്ലിപ്പറമ്പിൽ മീനാക്ഷി അമ്മൂമ്മയെ ഷാൾ അണിയിച്ചു മൊമന്റോ നൽകിയും അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറൻ അനുമോദന സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, റിജു കണക്കന്തറ, രേണുക റിജു, വിനോയ് എന്നിവർ പ്രസംഗിച്ചു. മക്കളായ ഉഷ, സുരേഷ്, ദിനേശ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എന്താ കാര്യം വെച്ചാല് ഇത്രയും വയസ്സായിട്ടും ഞാനിത് അറിഞ്ഞപ്പോൾ ഇത്രയും വയസ്സായിട്ടുള്ളൊരു സംവിധാനം എളുപ്പമല്ല. നമുക്കൊന്നും ഇത് കാണാൻ പറ്റുന്ന യോഗം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സമൂഹത്തിൻ്റെ ധാരയിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ഇതൊക്കെ ജനങ്ങളിലേക്ക് ഒരു അറിവ് നൽകണ്ടേ. ഇപ്പം നമ്മളിപ്പോൾ ചൈനയിലും മറ്റുള്ള ന്യൂസുകളും നമ്മുടെ പത്രക്കാരൊക്കെ അധികം കൊടുക്കാറ് 160 വയസ്സ് വരെ ജീവിച്ചു അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പത്താഴക്കുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. ചേറ്റുവ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാം ഷട്ടറുകൾ 8 സെന്റിമീറ്ററായി ഉയർത്തി. എടമുട്ടം വാഴപ്പള്ളി ക്ഷേത്രത്തിൽ 600 നിർധന കുടുംബങ്ങൾക്ക് 5 കിലോ ഡബിൾ ഫോഴ്സ് അരി കിറ്റ് നൽകി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.